അണയാത്ത ദീപം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെ. ധ്യാനത്തിനായിട്ട് 30-ാം വാക്യം. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. അമേരിക്കയിലെ സ്പ്രിംഗ് ഫീൽഡിൽ ഒരു കാലത്ത് എബ്രഹാം ലിങ്കൺ പാർത്തിരുന്ന വസതിയുടെ മുമ്പിലൂടെ ഒരു സായാഹ്നത്തിൽ ഒരമ്മയും മകളും കൂടി നടന്ന് പോവുകയായിരുന്നു. എബ്രഹാം ലിങ്കൻ്റെ വീടാണിത്. ആ വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ മകളോട് പറഞ്ഞു. കറുത്ത വർഗ്ഗക്കാർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാനായ എബ്രഹാം ലിങ്കൻ ഒരു കശ്മീരിൻ്റെ വെടിയേറ്റ് മരിച്ചപ്പോൾ രാജ്യമാകമാനം ദുഃഖത്തിലാണ്ടു. അമ്മ മകളെ ഓർമ്മിപ്പിച്ചു. ലിങ്കൻ്റെ വീട്ടിലെ വിളക്കിൻ്റെ പ്രകാശം കണ്ടുകൊണ്ട് ആ മകൾ അമ്മയോട് ചോദിച്ചു, നോക്കൂ അമ്മേ, ലിങ്കൺ പോയപ്പോൾ ആ വിളക്ക് കെടുത്താതെയാണോ പോയത്? ഇത് കേവലം ബാലിശ്യമായ ഒരു ചോദ്യമായി നമുക്ക് തോന്നിയേക്കാം. എങ്കിലും ഈ ചോദ്യത്തിലൂടെ ആ പെൺകുട്ടി ഒരു നിത്യസത്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. മരിച്ച ശേഷവും എബ്രഹാം ലിങ്കനെ പോലെയുള്ളവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വാധീനമാകുന്ന വെളിച്ചം ലോകത്തിന് പകർന്നുകൊണ്ടിരിക്കുന്നു. അവർ ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. രാഷ്ട്രീയവും സാമുദായികവും മതപരവുമായ രംഗങ്ങളിൽ ഉന്നതന്മാരായി വിരാജിച്ചിരുന്നവർ പലരും അന്തരിക്കുമ്പോൾ പത്രങ്ങൾ അവരുടെ മരണവാർത്ത വലിയ തലക്കെട്ടോടുകൂടി 1-ാം പേജിൽ തന്നെ ചേർക്കാറുണ്ട്. സ്മരിയ പുരുഷൻ്റെ ഉജ്ജ്വലമായ ജീവചരിത്രം, അനുശോചന സന്ദേശങ്ങൾ മുതലായവ അവരുടെ മരണവാർത്തയോടൊപ്പം ചേർക്കാൻ മറക്കുകയില്ല. എന്നാൽ ഇങ്ങനെയുള്ള പലരെയും ലോകം എത്ര വേഗമാണ് വിസ്മരിക്കുക? അതെന്തുകൊണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും സ്വന്തം പേരിന് വേണ്ടിയും പ്രശസ്തിക്കും വേണ്ടിയും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിൽ നാം വളരെയധികം വിസ്മൃതരാകും. മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാത്ത ജീവിതം എത്ര തന്നെ ശോഭയോടുകൂടി എരിഞ്ഞ് പ്രകാശിച്ചാലും അങ്ങനെയുള്ളവർ അന്തരിക്കുന്നതോടുകൂടി അവർ പരത്തിയ നൈമിഷികമായ പ്രകാശവും അണഞ്ഞുപോകും. ലോകത്തിൻ്റെ വെളിച്ചമായി അവതരിച്ച യേശു ക്രിസ്തുവിനെ ലോകത്തിന് എങ്ങനെ വിസ്മരിക്കുവാൻ കഴിയും? അദ്ദേഹം നൽകിയ നിത്യനൂതനമായ വെളിച്ചം എന്നും അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് വഴികാട്ടുന്നു. എബ്രഹാം ലിങ്കൻ, ഗാന്ധിജി, മാർട്ടിൻ ലൂതർ കിങ് മുതലായവർ ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവരുടെ മേൽ സൽപ്രേരണ ചെലുത്തിയിട്ടുള്ളവരാണ്. അവർ ദിവംഗതരായിട്ടും അവർ കൊളുത്തിയ ദീപം എന്നും ലോകത്തിന് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നു. മരിച്ചാലും ജീവിക്കുന്നവരാണവർ. കർത്താവിനോട് വിശ്വസ്തരായിരുന്ന് മൃതിയടയുന്നവർ അനുഗ്രഹീതരാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ്. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തരായിരുന്നു എന്നതാണ് പ്രാധാന്യമർഹിക്കുന്നത്. നാം എത്ര പ്രാവശ്യം ശബരിമലയിലോ വേളാങ്കണ്ണിയിലോ മലയാറ്റൂരിലോ മാരാമൻ കൺവെൻഷനിലോ പോയി എന്നതല്ല ദൈവത്തോടുള്ള വിശ്വസ്തത കാണിക്കുന്നത്. നമ്മുടെ ജീവിതവും പ്രവൃത്തികളും മറ്റുള്ളവരുടെ മേൽ എത്രമാത്രം സൽപ്രേരണ ചെലുത്തി എന്നുള്ളതാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ. നാം മരിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ദൈവത്തോട് വിലയം പ്രാപിക്കുന്ന മനുഷ്യ ജീവിതം പിൻതലമുറകൾക്ക് ക്രിയാത്മകമായ വെളിച്ചം പകർന്നു കൊടുക്കുന്നു. ഓർക്കണമേ, മനുഷ്യരുടെ പ്രവൃത്തി കണ്ട് ചിരിക്കുവാനോ കരയുവാനോ അല്ല, മനസ്സിലാക്കുവാനാണ് ശ്രമിക്കേണ്ടത്. മത്തായി എഴുതിയ സുവിശേഷം 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുവിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.